രാഷ്ട്രീയ നടത്തങ്ങളും പദയാത്രകളും പതിരായിട്ടില്ലാത്തൊരു രാജ്യത്തിന്റെ ഹൃദയവികാരം കമ്പോടുകം പറഞ്ഞൊരു മഹാഭാരത പര്യടനത്തിലാണ് രാഹുലിന്. അതിന്റെ പേര് ഭാരത് ജോഡോ യാത്ര. മിലേഖതം ജുദോവതൻ ഒന്നാകുന്ന ചുവടുകൾ ഒരുമിച്ചൊന്നാകുന്ന ഒരു മഹാരാജ്യമെന്ന പവിത്ര മുദ്രാവാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ത്രിവർണ്ണ കൊടിക്കരത്തിൽ സാക്ഷാൽ ശ്രീപെരുമ്പത്തൂരിൽ യാത്രയ്ക്ക് മുഖക്കുറി. അടുത്തൊഴുകുന്ന കാഞ്ചീപുരത്തെ പാലാർ നദി പോലെ ഓർമ്മകൾ ഇരമ്പുന്നുവെങ്കിലും അച്ഛന്റെ ചോര ചിന്തിച്ചു വന്ന മണ്ണിൽ നിർനിമേഷനായി നിൽക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി. കുടുംബാധിപത്യമെന്ന ആക്ഷേപവാക്കുകൾക്ക് എന്റെ അച്ഛനും എന്റെ മുത്തശ്ശിയും ചിതറിത്തെറിച്ചത് ഈ രാജ്യത്തിനു വേണ്ടിയാണെന്നും ആധിപത്യ കുടുംബമെന്നും നിങ്ങൾ അധിക്ഷേപിക്കുന്ന ഈ കുടുംബം ഒരു രക്തസാക്ഷി കുടുംബമെന്നും ഭൂതകാലത്തിന്റെ ചോരകല്ലിച്ച ഓർമ്മകളിൽ രാജീവിന്റെ പുത്രൻ രാഹുൽ പറയാതെ പറയുന്നുണ്ട്. അത് രാഷ്ട്ര ചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു അസാധ്യ യാത്രയാണ്. അഗസ്തീശ്വരം തുടങ്ങി തിരുവനന്തപുരം വഴി ബെല്ലാരിയിലേക്കും ഇൻഡോറിലേക്കും പിന്നെ അംബാലയിലേക്കും ഡൽഹിയും പിന്നിട്ട് പത്താൻകോട്ട് വഴി 150 ദിവസങ്ങളിൽ 3570 കിലോമീറ്ററുകളിൽ കടലുപോലെ ഇരമ്പിയാർത്ത് കശ്മീരിലെത്തുമ്പോഴേക്കും ആ ത്രിവർണ്ണ പതാക ആഞ്ഞുയർക്കുന്ന കോൺഗ്രസിന്റെ പ്രത്യാശാ പതാകയായി പാറുന്നുണ്ട്. ലോകത്തിൽ ഇന്നോളം പല കാലങ്ങളിൽ പല ദശാസന്ധികളിൽ നടന്ന യാത്രകളുടെ പ്രോജ്വലമായ ചരിത്രങ്ങളൊക്കെയും ആ പ്രതീക്ഷകൾക്ക് സാധൂകരണവുമാണത്. പണ്ട് ചൈനയിൽ മാവോ നടത്തിയ ലോങ് മാർച്ചെങ്കിലും അസ്തമിക്കാത്ത സൂര്യന്റെ സാമ്രാജ്യത്തോട് നേർക്കുനേറുന്നൊരു മെലിഞ്ഞ മനുഷ്യന്റെ ദണ്ഡിയാത്രയെങ്കിലും ഇങ്ങൊടുവിൽ വിണ്ടുകീറിയ പാദങ്ങളുമായി ഡൽഹിയിലെ കാർത്ത കർഷക സമുദ്രമെങ്കിലും മനുഷ്യഹൃദയം തൊട്ട പദയാത്രകൾ ഒന്നുപോലും പതിരായ ചരിത്രം ഈ രാജ്യത്തിനില്ല. ആ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പാരമ്പര്യത്തിന് ജനിതകം പേറുന്നൊരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ദേശീയ നേതാവ് നാടുനീളെ നടക്കുമ്പോൾ ഇരമ്പുന്ന ജനസഞ്ചയത്തോട് രാഹുൽ പറയുന്നത് കാമ്പുള്ള രാഷ്ട്രീയമെങ്കിൽ പോകുന്ന വഴികളിൽ പലയാൾ പൊക്കത്തിൽ നിൽക്കുന്ന വെറുപ്പിന്റെ ഭീമാകാരങ്ങളെ വകഞ്ഞുമാറ്റിയാണ് ആ യാത്രയെങ്കിൽ രാജ്യത്തിന്റെ പുറമ്പോക്കുകളിൽ കിടക്കുന്ന നിസ്വരായ മനുഷ്യരെ ചേർത്ത് പിടിച്ചൊരു സ്നേഹ സമരമായി അതൊരു മനുഷ്യ മഹാസമുദ്രമാവുകയാണെങ്കിൽ ഉറപ്പായും രാജ്യം ഉറ്റുനോക്കുന്നുണ്ട്. ശതാബ്ദി വർഷത്തിൽ RSSന്റെ രഥയാത്രയ്ക്ക് ബദലാകുമോ ദേശീയ പതാകയേന്തിയ രാഹുലിന്റെ പദയാത്ര? ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ TP ജയചന്ദ്രൻ, ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ശ്രീ ഷാബു പ്രസാദ് എന്നിവർ ചർച്ചയിൽ ചേരും. അതിനു മുൻപ് ഭാരത് ജോഡോ യാത്രയ്ക്കൊപ്പം നമ്മുടെ പ്രതിനിധി അല്ലമീനുണ്ട്. നാഗർകോവിൽ സേക്രഡ് ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് ഇപ്പോൾ അമീൻ. ഇന്നലെയും ഇന്നും യാത്രയ്ക്കുള്ള പ്രതികരണം എങ്ങനെയാണ്? എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് ഭാരത് ജോഡോ യാത്രയിൽ കോൺഗ്രസ്? ഹഷ്മി, കന്യാകുമാരി കടൽ തീരത്ത് നിന്ന് തുടങ്ങിയ യാത്രയെ കടൽ തിരമാലകളെ മറികടക്കുന്ന തരത്തിലുള്ള ആവേശത്തോടെയാണ് ജനസഞ്ചയം സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നലെ ആരംഭിച്ച രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇന്ന് തുടരുകയാണ്. ഇന്നത്തെ യാത്ര സമാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്നലത്തെ പൊതുസമ്മേളനവും ഇന്നത്തെ പദയാത്രയും അത് ജനസഞ്ചയം കൊണ്ട് പദയാത്രയിലെ ആൾ സാന്നിധ്യമായിരുന്നാലും വഴിയോരങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് സ്വീകരണം ഒരുക്കാനെത്തിയ ആളുകളുടെ പങ്കാളിത്തമായിരുന്നാലും വലിയ രീതിയിൽ ആവേശക്കടലായി മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണാനാകുന്നത്. അതിന് കന്യാകുമാരിയും തമിഴ്നാട് പിന്നിട്ട് കേരളത്തിലേക്ക് ഞായറാഴ്ച പ്രവേശിക്കുകയാണ്. കേരളത്തിലും സമാനമായ ഒരു പ്രതീതി ഈ യാത്രയ്ക്ക് ഉണ്ടാക്കാനാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കന്യാകുമാരിയിലും കേരളത്തിലും കോൺഗ്രസിന് കാര്യമായിട്ടുള്ള ഗ്രൗണ്ട് സപ്പോർട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് ഈ യാത്ര കടക്കുമ്പോൾ ഏതു രീതിയിലായിരിക്കും പ്രതികരണം എന്നുള്ളതാണ് നിർണായകമായിട്ടുള്ള ചോദ്യം. അത് തന്നെയാണ് കോൺഗ്രസ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും. താഴെത്തട്ടിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അടിത്തറ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി 2024 മുമ്പ് അത് ശാക്തീകരിക്കുക, അതിനെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ യാത്രയുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന്, പ്രതിപക്ഷ ചേരിയുടെ നേതൃസ്ഥാനം കോൺഗ്രസിന് തന്നെയാണ് അവകാശപ്പെട്ടതെന്ന് ഈ യാത്രയിലൂടെ മറ്റു കക്ഷികളെ കോൺഗ്രസിന് ബോധ്യപ്പെടുത്തണം. ഒപ്പം കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിയുടെ അധീശത്വം ഉറപ്പാക്കുകയും വേണം. അതോടൊപ്പം കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ആളിക്കത്തിക്കുകയും വേണം. ഞാനിപ്പോൾ നിൽക്കുന്നത് നാഗർകോവിലിലെ സേക്രഡ് ഹാർട്ട് ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ്. ഇവിടെ കുറെ കണ്ടെയ്നറുകൾ കാണാം. രാഹുൽ ഗാന്ധിയും ഈ പദയാത്രികരും അവർ ഹോട്ടലുകളിലോ 5 സ്റ്റാർ ഹോട്ടലുകളിലോ അല്ല തങ്ങുന്നത്. ഈ യാത്രക്കിടയിൽ അവർ തങ്ങുന്നത് ഇത്തരം സ്കൂൾ കോളേജ് ഗ്രൗണ്ടുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ കണ്ടെയ്നറുകളിലാണ് അവർ താമസിക്കുന്നത് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിക്കൊപ്പം സ്ഥിരം 120 പദയാത്രികരുണ്ടാകും. ഒപ്പം ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ആ അർത്ഥത്തിൽ അങ്ങനെ ഏതാണ്ട് 300-500 പ്രതിനിധികൾ ഓരോ ദിവസവും ഈ യാത്രയോടൊപ്പം അനുഗമിക്കുന്നുണ്ട്. ഈ സ്ഥിരം യാത്രികരായിട്ടുള്ള ACC നിശ്ചയിച്ചിട്ടുള്ള ആളുകളെല്ലാം ഇത്തരത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച കണ്ടെയ്നറുകളിലാണ് താമസിക്കുന്നത്. ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യൻ ജനതയെ കേൾക്കാൻ ആളില്ലാത്തൊരു സാഹചര്യം. ദേശീയ പതാക എന്ന് പറയുന്നത് സമ്മാനമായി ലഭിച്ചതല്ല, ഇന്ത്യൻ ജനത സമ്പാദിച്ചതാണ്. പക്ഷേ ആ ദേശീയ പതാക അത് അപകട ഭീഷണി നേരിടുന്നൊരു സാഹചര്യമുണ്ട്. അതിനെ ചേർത്ത് പിടിക്കണം. ദേശീയ പതാകയെ വണങ്ങിയാൽ മാത്രം പോലെ അതിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാക്കിയ മൂല്യങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു നടപടി വേണം. അതിനുവേണ്ടിയുള്ള ഒരു യാത്രയാണ്. അത്തരത്തിൽ ഇന്ത്യൻ ജനതയെ നിലവിലെ ഭരണകൂടം കേൾക്കാതെ ഭയപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ ജനതയെ കേൾക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്ര എന്നാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ഈ യാത്രയുടെ ഉദ്ഘാടന വേളയിൽ വിശേഷിപ്പിച്ചത്. അത് കേൾക്കുന്നതിന് വേണ്ടിയുള്ള യാത്ര. രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ എത്ര കണ്ട് ഇന്ത്യ കേൾക്കും, അത് 2024 എത്ര കണ്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയമായും സംഘടനാപരമായും അനുകൂലമായി മാറുമെന്നുള്ളതാണ് ഏറെ നിർണായകം. ഏതായിരുന്നാലും തുടക്കം ദിവസങ്ങളിൽ 3571 കിലോമീറ്റർ പദയാത്ര എന്നുള്ളതൊരു ചെറിയ എക്സർസൈസ് അല്ല. നമ്മൾ ചർച്ചയിലേക്ക് പോകുന്നു. തുടരുക. നമ്മൾ ചർച്ചയിലേക്ക് പോകുന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ TP ജയചന്ദ്രൻ,
സണ്ണിക്കുട്ടി അബ്രഹാം, ശ്രീ ഷാബു പ്രസാദ് എന്നിവരാണ് ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ ഷാബു പ്രസാദിലേക്കാണ്. ശ്രീ ഷാബു പ്രസാദ്, ഈ നേരത്തെ പറയുന്ന പോലെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ പല പദയാത്രകൾ ഉണ്ടായിട്ടുണ്ട്. സംഘപരിവാർ പക്ഷത്തു നിന്നും ആ പദയാത്ര ഉണ്ടായിട്ടുണ്ട്. ഒരു പദയാത്രകൾ പോലും ഉദ്ദേശിച്ച ലക്ഷ്യം കാണാതെ അവസാനിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അത്തരമൊരു വലിയ എക്സസൈസിലേക്ക് കോൺഗ്രസ് പോകുമ്പോൾ പൂർവ്വകാല പദയാത്ര ചരിത്രം വെച്ച് കോൺഗ്രസിന് പ്രതീക്ഷിക്കാമോ? ഷാബു. എന്തായാലും മഹാത്മാഗാന്ധി നടത്തിയ ആ ദണ്ഡിയാത്രയ്ക്ക് ശേഷം കോൺഗ്രസ് ഇതുപോലൊരു അങ്ങനൊരു പദയാത്ര അല്ലെങ്കിൽ അങ്ങനെ ഭാരതം മുഴുവനും കവർ ചെയ്യുന്ന രീതിയിലൊരു യാത്ര എന്നാണ് നടത്തിയതെന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഇല്ലെന്നാണ് എൻ്റെ അറിവ്. എന്തായാലും എൻ്റെ ഒരു ചരിത്ര ജ്ഞാനമനുസരിച്ചതാണ് തോന്നുന്നത്. പിന്നെ 2 തവണ BJP നടത്തിയ 2 വൻ യാത്രകളുണ്ട്. അത് അദ്വാനി നടത്തിയ രഥയാത്രയും മുരളി മനോഹർ ജോഷി കന്യാകുമാരിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് നടത്തിയ ഏകതാ യാത്രയുമുണ്ട്. അത് പദയാത്രയായിരുന്നില്ല. കുറഞ്ഞ സമയത്തിനുള്ളിൽ പരമാവധി ജനങ്ങളെ സമ്പർക്കം ചെയ്തുകൊണ്ട് പരമാവധി ഏരിയ കവർ ചെയ്തുകൊണ്ടുള്ള ആ ഒരു യാത്രയായിരുന്നു അത് BJPക്ക് സംഘടനാപരമായും രാഷ്ട്രീയപരമായും ഒക്കെ ഒരുപാട് മൈലേജ് ഉണ്ടാക്കിക്കൊടുത്ത യാത്രകളാണ് ഇത് രണ്ടും. അതിൻ്റെ ആശയങ്ങൾ അതിനോടൊക്കെ വിയോജിപ്പുകളും ഒക്കെ ഉണ്ടാകാം, അത് വേറെ കാര്യം. പക്ഷേ എന്താ പറഞ്ഞാൽ ഇതുപോലൊരു വലിയ വിപുലമായ ഒരു യാത്ര നടത്തുമ്പോൾ അതിന് തക്കവണ്ണം, അതായത് ആ യാത്ര കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ അവിടെ ഇവരുടെ താമസ സൗകര്യം, സമ്മേളനങ്ങൾ, ജനസമ്പർക്ക പരിപാടി, വളരെ അതിശക്തമായ സംഘടനാ സംവിധാനങ്ങൾ ഉള്ള ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ ഇതുപോലെ വലിയൊരു യാത്ര നടത്തി വിജയിപ്പിക്കാനാവുകയുള്ളൂ. തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണത്. ഇവിടെ കോൺഗ്രസ് അതിന് വേണ്ടത്ര തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടാകാം, എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അകപ്പാടെ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇങ്ങനൊരു യാത്രയെപ്പറ്റി നമ്മൾ കേൾക്കുന്നു, നമ്മൾ അതിനെപ്പറ്റി നിരീക്ഷിക്കുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കുറച്ച് രാഹുൽ ഗാന്ധിയുടെ അടുത്ത കുറേ ഉപദേശകരുടെ അഭിപ്രായ പ്രകാരം എടുത്ത ഒരു തീരുമാനമാണിത്. അതിനവർ വേണ്ടത്ര തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല, ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ എന്നിവർ പറയുന്നുണ്ട് എങ്കിലും ഇവർ പ്രധാനമായും, അതായത് ഇതിൻ്റെ അകത്തെ യാത്രയുടെ ഒരു മുദ്രാവാക്യം ഇവർ പറയുന്നുണ്ടല്ലോ, ഭാരതത്തിനെ ഒന്നിപ്പിക്കുക, ഭാരതത്തിലെ വെറുപ്പിന്റെ BJP ഫാസിസ്റ്റ് ഗവൺമെന്റ് പടർത്തുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ തുടച്ചു നീക്കുക, വെല്ലുവിളിക്കുക, ഇതൊക്കെയാണല്ലോ. അപ്പം ഈ യാത്ര കടന്നു പോകുന്നത് ഏറ്റവും കൂടുതൽ സമയം ഈ യാത്ര ചെലവഴിക്കുന്നത് കേരളത്തിലാണ്. ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായം, BJP ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ കേരളം എന്ന് പറയുന്നത് മതേതരത്വത്തിന്റെയും രാഷ്ട്രീയ പ്രബുദ്ധതയുടെയും വിദ്യാഭ്യാസത്തിന്റെയും ഇതിന്റെയും ഒക്കെ കേദാര ഭൂമിയാണ്. ആ ഒരു ഭൂമിയിൽ ഇവരുടെ ഈ മുദ്രാവാക്യത്തിന്റെ കാര്യം, കേരളം ഓൾറെഡി പ്രബുദ്ധമാണ്, പ്രബുദ്ധതയുടെ അങ്ങേയറ്റമാണ്. ശരിക്ക് ഇവരുടെ പ്രസൻസ്, ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ ഇതാകുകയാണെങ്കിൽ ഇവർ ഏറ്റവും അധികം ചെയ്യേണ്ടത് ഫാസിസ്റ്റ് ദുർഭൂതം അഴിഞ്ഞാടുന്ന ഗുജറാത്തിലും UP യിലുമൊക്കെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇവരുടെ ഈ ലക്ഷ്യത്തിന് വേണ്ടി ഇവർ പറയുന്നതാണെങ്കിൽ ചെയ്യേണ്ടത്. പക്ഷെ ഗുജറാത്തിലേക്ക് ഈ യാത്ര കടക്കുന്നത് പോലുമില്ല. UP യിലൂടെ കടന്നു പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ, ഏറ്റവും തെരഞ്ഞെടുപ്പുകളിലും എവിടെയും ഏറ്റവും നിർണായകമായ സീറ്റുകൾ പാർലമെന്റിലേക്ക് സംഭാവന ചെയ്യുന്ന 7 പ്രധാനമന്ത്രിമാരെ സൃഷ്ടിച്ച രാഹുൽ ഗാന്ധിയും നെഹ്റു കുടുംബത്തിന്റെ കുടുംബാവകാശം പോലെ അവർ കൈവച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകളുള്ള ആ UP യിലൂടെ ഈ യാത്ര കടന്നു പോകുന്നത് 2 ദിവസമാണ്. അപ്പൊ എന്താണ് ഈ യാത്രയുടെ ഉദ്ദേശം? അവിടെയാണ് ഇതിന്റെ ചോദ്യം വരുന്നത്. അപ്പം ഇത് ഭാരത് ജോഡോ, അതായത് കേരളം വളരെ നിർണായകമാണ്. CPM എന്ന പോലെ തന്നെ കോൺഗ്രസിനും അങ്ങേയറ്റം നിർണായകമാണ് കേരളം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് 2 അക്കം കടന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. പാർലമെന്റിലേക്ക് അവർക്ക് ഏറ്റവും അധികം MP-മാരെ സംഭാവന നൽകിയ സംസ്ഥാനമാണ് കേരളം. അത് അടുത്ത തവണയും ആവർത്തിച്ചേ പറ്റുള്ളൂ. നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലാണ് അവർ പറയുന്ന. ഇപ്പോൾ ഞാൻ പറയുന്ന ഇവർ ഈ പറയുന്ന വിശാലമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിലും ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കൊപ്പം ഇവർക്ക് ഈ പറയുന്ന സംഘടനാ ലക്ഷ്യങ്ങളും ഉണ്ട്, ഉറപ്പായും ഉണ്ട്. അത് അവർ പരസ്യമായി സമ്മതിക്കില്ല എന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. TP ജയേന്ദ്രൻ, എങ്ങനെയാണ് BJP UN-ന്റെ മാനവ വികസന ഇൻഡെക്സ് ഏറ്റവും ഒടുവിൽ വരുന്നതിൽ പോലും ഇന്ത്യ വളരെ പിന്നിലാണ്. ഇന്ത്യക്ക് പോയ വർഷത്തേക്കാൾ പിന്നിലേക്ക് വരുന്നുണ്ട്. BJP ചെറുക്കലാണ് യാത്ര എന്ന് പറയുമ്പോൾ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കിനെ കുറിച്ച്, രാജ്യത്തെ
പട്ടിണി ഹങ്കർ ഇൻഡെക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കാര്യങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങൾ കൂടിയുള്ള യാത്രയാണ്. അത് കാശ്മീർ എത്തുമ്പോൾ കോൺഗ്രസിന് ഉയർപ്പ് സാധ്യമാണോ? ശ്രീ ടി പി ജയേന്ദ്രൻ. ഹഷ്മി, താങ്കൾ പറഞ്ഞ കണക്കിനേക്കാളും വലിയൊരു കണക്ക് വേറെയുണ്ട്. ഭാരതം 10 വർഷം മുമ്പ് സാമ്പത്തിക മേന്മയിൽ 11ാം സ്ഥാനത്താണെങ്കിൽ ഇപ്പോൾ ഏറെക്കാലം ഇന്ത്യ അടക്കി ഭരിച്ച ബ്രിട്ടനെ പിന്തള്ളി അത് 4ാം സ്ഥാനത്ത് 5ാം സ്ഥാനത്ത് എത്തിയതിൻ്റെയും കഥകളുണ്ട്, അനുഭവങ്ങളുണ്ട്, നമ്മുടെ ഒരുപാട് നേട്ടങ്ങളുമുണ്ട്. അത് മാത്രമല്ല ഹർഷി, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇതിനേക്കാൾ വലിയ രാഹുൽ ഗാന്ധി നടത്തുന്നതിനേക്കാൾ വലിയ യാത്രകളൊക്കെ ഒരുപാട് ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുണ്ട്, കേരളത്തിൽ നടന്നിട്ടുണ്ട്. അന്നൊന്നും 24 പോലുള്ള ചാനലുകൾ ഈ 2, 3 എല്ലാ ദിവസവും ഇങ്ങനെ ചർച്ച ചെയ്യാൻ മാത്രം എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല, ഒരുപക്ഷെ അതിൻ്റെ PR വർക്കിൻ്റെ ഭാഗമായിട്ട് 24 ഉൾപ്പെടെയുള്ള ചാനലുകളുമായിട്ട് ഇവരെന്തെങ്കിലും ധാരണയായിട്ടുണ്ടോ എന്നും ഞങ്ങൾക്കറിയില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ല ഞാൻ പറയുന്നത്, അല്ല എനിക്ക് മനസ്സിലാവാത്തത് ഹഷ്മി, ഇത് കോൺഗ്രസിന്റെ ഒരു യാത്ര നടക്കുന്നു. ഇപ്പൊ 83-ല് ചന്ദ്രശേഖർജി അതിനേക്കാൾ വലിയൊരു യാത്ര നടത്തിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യം ആസകലം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ രാജ്യം ചന്ദ്രശേഖരന്റെ യാത്ര ചർച്ച ചെയ്യാൻ 24 ഇല്ലല്ലോ. മലയാളത്തിൽ മറ്റ് ചാനലുകളിലല്ല, മാധ്യമങ്ങളിലൊന്നും വന്നില്ല. അപ്പൊ ഞാൻ മറ്റ് ചാനലുകളും ഇല്ലല്ലോ. ശ്രീ ടി പി ജയന്തൻ, അങ്ങ് ദോഷൈകതൃക്കാവണ്ട, അങ്ങ് അത്ര ദോഷൈകതൃക്കോ അസഹിഷ്ണു ആവണ്ട. രാജ്യത്തെ പ്രധാന ഒരു പ്രതിപക്ഷ പാർട്ടി അങ്ങ് കശ്മീർ മുതൽ കന്യാകുമാരി വരെ എങ്ങനെയാണ് പദയാത്രയാണ്, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പദയാത്രയാണ്. ഈ ഗ്രാമങ്ങളെ താണ്ടി 3571 കിലോമീറ്റർ താണ്ടി 150 ദിവസങ്ങൾ പദയാത്ര. ഒരു വലിയ പൊളിറ്റിക്കൽ എക്സർസൈസ് അല്ലേ? രാഷ്ട്രീയം പഠിക്കുന്ന നമ്മളെപ്പോലുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികൾ അത് ചർച്ചക്കെടുക്കില്ലേ? അതിൽ അപാകത എന്താണ്? അല്ല ആയിക്കോട്ടെ, എനിക്ക് മനസ്സിലാവാത്തത് ഇതിൽ BJPക്ക് എന്താണ് കാര്യം, ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇതിനകത്ത് എന്താണ് ഞങ്ങൾ ചർച്ച ചെയ്യാനുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയ പരിവർത്തനം ജനമനസ്സുകൾ നടത്തുന്ന യാത്രകൾ നടത്തുകയും ഇന്ത്യയുടെ മനസ്സ് കീഴടക്കുകയും ചെയ്ത ഒരു പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. ശരി, അതങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല. ഞാൻ ആ കാര്യങ്ങൾ താങ്കൾ ഏതായാലും വിളിച്ച നിലയ്ക്ക് ഞാൻ പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ യാത്ര മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ്? ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങൾ ഉള്ളതിൽ 12 സംസ്ഥാനങ്ങളിലാണ് ഇത് പോകുന്നത്. ഭാരതത്തെ ഒന്നിപ്പിക്കാനാണ് ഈ യാത്ര എന്നാണ് പറയുന്നത്. ഭാരതത്തെ ഒന്നിപ്പിക്കാൻ പോകുന്ന യാത്ര 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 2 മാത്രമാണ് പോകുന്നത്. അതിലൊരുപക്ഷെ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കാലം നിൽക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ കളിത്തൊട്ടായ UPയിൽ ഈ യാത്ര ചെലവഴിക്കുന്ന ആകെ ഒരു പരിപാടിയിലോ മറ്റോ ആണ്. ഗുജറാത്തിലേക്ക് യാത്ര കടക്കുന്നില്ല. വടക്ക് കിഴക്കൻ മേഖലകളിലേക്ക് ഈ യാത്ര തിരിഞ്ഞു നോക്കുന്നില്ല. അതും ഇന്ത്യയുടെ ഭാഗമല്ലേ ഹഷ്മി? മാത്രമല്ല, ഈ യാത്രയിൽ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എന്താണ്? രാജ്യത്തിൻ്റെ ദേശീയത, ഐക്യം, അഖണ്ഡത. ഇന്നലെ അദ്ദേഹം സ്വന്തം പിതാവ് 31 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് അന്തരിച്ചു പോയ അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ വെച്ച് പുഷ്പാർച്ചന നടത്തി അദ്ദേഹം കുറിച്ചു, വിഭാഗീയതയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയമാണ് എനിക്കെൻ്റെ പിതാവിനെ നഷ്ടപ്പെടുത്തിയത്. ഞാൻ ചോദിക്കട്ടെ ഹഷ്മി, ആരാണ് ഈ വിദ്വേഷത്തിൻ്റെയും വിഭാഗീയതയുടെയും രാഷ്ട്രീയം ഈ മണ്ണിൽ നടപ്പിലാക്കിയത്? സ്വന്തം നയത്തിൻ്റെ കഴിവുകേടിൻ്റെ ഇരയായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തി ആവാമോ? എന്ന് തള്ളിക്കളയാൻ സാധിക്കുമോ? അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്ന യാത്രകൾ, ഞാൻ ചോദിക്കട്ടെ, ഈ യാത്ര കോൺഗ്രസിൻ്റെ യാത്രയാണ് എന്നാണ് വെപ്പ്. ഞാൻ ചോദിക്കുന്നത്, ഈ യാത്ര ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഹഷ്മി? LTTക്ക് ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ പിന്തുണയും നൽകി. രാഹുൽ ഗാന്ധിയുടെ പിതാവിൻ്റെ ഈ ദാരുണ മരണത്തിന് LTTക്ക് എല്ലാ പിന്തുണയും കൊടുത്ത സ്റ്റാലിൻ്റെ പാർട്ടി, DMKയുടെ പാർട്ടി. ഞാൻ ചോദിക്കുന്നത്, ഇവർ മനം മാറിയോ? ഇവർ ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഭാരതത്തിൻ്റെ ദേശീയതയുള്ള കാഴ്ചപ്പാട്, LTTയുടെ നിലപാട്, ഇതിനെക്കുറിച്ച് അദ്ദേഹത്തെ അവരുടെ ഭാഗത്ത് മാറ്റം ഉണ്ടായോ? ഏതെങ്കിലും ഒരു തലമുതിർന്ന രാജ്യത്തിന്റെ നിലപാട് എന്താണ്? ടി പി ജയേന്ദ്രൻ, താങ്കൾ പറഞ്ഞത് രാഷ്ട്രീയ നിലപാടാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിലപാടല്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു നേതാവിനെയും അവർ കൊന്നിട്ടില്ല. അവർ ആ കാര്യങ്ങളിൽ BJPയുടെ താങ്കൾ അവരുടെ ദേശീയതയെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ, താങ്കൾ BJP DMKയുടെ ദേശീയതയാണ് ആത്മാർത്ഥമായി ചോദ്യം ചെയ്യുന്നതെങ്കിൽ അവരോട് കൂടിയ ചരിത്രം നിങ്ങൾക്കില്ലേ? എന്തിന് കാശ്മീരിൽ PDPയോട് കൂടിയ ചരിത്രം നിങ്ങൾക്കില്ലേ? ആരാണ് പറയുന്നത്? ഞങ്ങൾ ഒരു കാര്യം ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്നു രാഷ്മി, ഭാരതീയ ജനതാ പാർട്ടി ജനിച്ചത് മുതൽ ഇന്ന് വരെ BJPയുടെ ഒരു നയത്തിലും പരിപാടിയിലും വെള്ളം ചേർത്തുകൊണ്ട് ഒരാളുടെയും കൂടെ കൂടിയിട്ടില്ല. കശ്മീരിനെ കുറിച്ചുള്ള നിലപാടായാലും ഹിന്ദിയോടുള്ള നിലപാടായാലും ഈ തമിഴ്നാടിനുള്ള നിലപാടായാലും ഒരു നിലപാടിലും BJP മാറ്റം വരുത്തിയിട്ടില്ല. BJPയുടെ നിലപാടിലേക്ക് നാളെ ഞാൻ പറയുന്നത് PDPയും മറ്റുള്ളവരും വരികയാണെങ്കിൽ സ്വാഗതം ചെയ്യും. പകരം എൻ്റെ ചോദ്യം, സ്വപിതാവിൻ്റെ സ്മാരക മന്ദിരത്തിൽ ചെന്ന് അവിടുത്തെ പുഷ്പാർച്ചനയോടെ സമയം ചെലവഴിച്ച് അതിന് കാരണക്കാരായ അവർ അതിനെ നയം മാറ്റുമോ എന്നേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അവരുമായി കൂടുതൽ എനിക്ക് തെറ്റില്ല.
സ്വപിതാവിനെ മാത്രമല്ല നമ്മൾ കൊന്നതിൽ കാണേണ്ടത് പ്രതിപ്പട്ടികയിലുള്ളവരോട് ക്ഷമിച്ചവരാണ് രാഹുലും പ്രിയങ്കയും. അതിലപ്പുറമാണോ ഒരു പാർട്ടി? ശ്രീ ടി.പി. ജയചന്ദ്രൻ, ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല. തീർന്നില്ല. ഇതിലൊരു രാഷ്ട്രീയം കൂടി പറയാനുണ്ട്. പറയൂ. ഇത് ഭാരത് ജോഡോ ആണെങ്കിൽ ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നു. ഇതാ, താങ്കൾ നോക്കിയാൽ താങ്കൾക്ക് കാണാം, ഇന്നലെ ഇവർ ഇതിനു വേണ്ടി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ട്. ഞാൻ എൻ്റെ സുഹൃത്ത് ഇദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ഫോട്ടോയിൽ കോൺഗ്രസ് പ്രസിദ്ധീകരിക്കുന്ന ആരെയാണ്? വധേര അഴിമതിക്കെതിരെയും രാജ്യത്തിൻ്റെ ഐക്യത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, വധേര ഈ പാർട്ടിയുടെ ഈ ജോഡോയിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് എന്താണ്? അഴിമതിയെക്കുറിച്ച് സംസാരിക്കുന്ന കോൺഗ്രസിൻ്റെ ഈ യാത്രയിൽ രാജ്യത്തെ മൺമറിഞ്ഞു പോയ മറ്റു പലരെയും നമുക്ക് കാണാനില്ല. പകരം വധേര, റോബർട്ട് വധേര. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസിൻ്റെ ആരാണ് റോബർട്ട് വധേര? ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കെട്ടിപ്പടുക്കുന്നതിൽ വധേരയുടെ പങ്ക് എന്താണ്? അപ്പൊ ഇതിനകത്തുള്ള രാഷ്ട്രീയമാണ് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു ചോദ്യം കൂടി അഷ്മി ഞാൻ ചോദിക്കുന്നു. ഭാരതം ഐക്യപ്പെടണം. ഇപ്പൊ ഭാരതത്തിനുള്ള ഐക്യത്തിൽ കോൺഗ്രസ് കാണുന്ന വെല്ലുവിളി എന്താണ്? കശ്മീർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് ഒന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. രാജ്യത്തിന്റെ യശസ് നിങ്ങൾ പറഞ്ഞ സൂചികക്കപ്പുറത്തേക്ക് സ്പേസ് ടെക്നോളജി വരെ അന്താരാഷ്ട്ര രംഗത്ത് ഭാരതത്തിന്റെ യശസ് ഉയർന്നിരിക്കുന്നു. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് കിടപിടിക്കുന്ന വളർച്ച കൈവരിച്ചിരിക്കുന്നു. ഈ കോവിഡ് മഹാമാരിക്ക് ശേഷം ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സാമ്പത്തിക വളർച്ചാ നിരക്ക് തകർന്നു പോയപ്പോൾ ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് സർവ്വകാല റെക്കോർഡിലേക്ക് കുതിക്കുന്നു. രാജ്യത്ത് ഒരു പട്ടിണി മരണം പോലും രേഖപ്പെടുത്താത്ത കോവിഡ് കാലം കടന്നുപോയിരിക്കുന്നു. MSME-യിലൂടെ തൊഴിൽ നേടുന്ന ആളുകളുടെ രജിസ്റ്റർ ചെയ്യുന്ന തൊഴിലാളികളുടെ നമുക്കതിലേക്ക് വിശാലമായി വരാം. ജ്യോതികുമാർ ചാമക്കാല, ടി.പി. ജയചന്ദ്രൻ ആദ്യം തന്നെ ചോദിച്ചത്, നിങ്ങൾക്ക് ഈ പറയുന്ന കോൺഗ്രസിന്റെ യാത്ര ചർച്ച ചെയ്യേണ്ട കാര്യം എന്താണ് അതിന്റെ പ്രസക്തി? എന്തെങ്കിലും PR വർക്കാണോ എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ഭാരത് ജോഡോ യാത്രയുടെ പ്രസക്തി എന്താണ്? അത് ചർച്ച ചെയ്യേണ്ട പ്രസക്തി എന്താണ്? ശ്രീ ജ്യോതികുമാർ ചാമക്കാല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അഭിലാഷേ, അത് അവർക്ക് നടത്താം. അതിന് ചാനലിൽ BJP ഉൾപ്പെടെ ചർച്ച ചെയ്യാനുള്ള ബാധ്യത ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ശരി, ചാമക്കാല. അല്ല, ഒന്ന് നിർത്താൻ പറയുന്നേ. അദ്ദേഹം കുറെ നേരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നല്ലോ. ഇവിടെ അല്ല, എന്നോട് ചോദിച്ചപ്പോഴാണ് ചാമക്കാല, ഞാനൊരാൾ കയറുന്ന സമയത്ത് കയറി പറയാറ്. താങ്കൾക്ക് ഉത്തരം പറയുന്ന സമയം ഒന്ന് നിർത്തു മനുഷ്യ. ചാമക്കാല പറയൂ, തിരുവോണമൊക്കെ അല്ലേ, വഴക്കുണ്ടാക്കണ്ട. അപ്പോ ഇവിടെ ഇപ്പൊ ഞാനാണ് കുഴപ്പക്കാരൻ. അതെന്താ ഹാഷ്മി അങ്ങനെ? അപ്പോ ഇവിടെ ഭാരത് ജോഡോ യാത്ര, ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര 3571 കിലോമീറ്റർ ഏകദേശം 148 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിൽ കേരളത്തിൽ ഏകദേശം 453 കിലോമീറ്ററാണ് കേരളത്തിൽ കടന്നു പോകുന്നത് 19 ദിവസമായിട്ട്. ഈ വരുന്ന 11-ാം തീയതി മുതൽ അടുത്ത മാസം 29-ാം തീയതി, ഈ മാസം 29-ാം തീയതി വരെയുള്ള 450 കിലോമീറ്റർ ഈ സംസ്ഥാനത്തൂടി കടന്നു പോവുകയാണ്. ഇതിൽ സ്ഥിരമായിട്ടൊരു 118 പദയാത്രികർ ഉണ്ട്. ഇവിടെ 12 സ്റ്റേറ്റിലൂടെയും 2 കേന്ദ്ര പ്രദേശത്തിലൂടെയും ഈ യാത്ര കടന്നു പോകുമ്പോൾ ശ്രീ ജയചന്ദ്രൻ അതിന് മുമ്പ് സംസാരിച്ച ആളിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ ഞാൻ ടിവിയുടെ മുമ്പിൽ അല്ല ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. നന്നായിരുന്നു ആദ്യം സംസാരിച്ചത്. BJP സഹയാത്രികനാണ്, രാഷ്ട്രീയ നിരീക്ഷകനാണ് ഷാബു പ്രസാദ്. അപ്പോൾ അതെ BJP സഹയാത്രി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഈ യാത്ര ഏതൊക്കെ സ്റ്റേറ്റുകളിലൂടെ കടന്നു പോകുന്നു, ഏതൊക്കെ സ്റ്റേറ്റുകളിലെ കടന്നു പോകുന്നില്ല, എന്തുകൊണ്ട് ഈ യാത്ര ഇങ്ങനെ നടത്തുന്നു. ഇവിടെ ചന്ദ്രശേഖർ നടത്തിയ യാത്രയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അദ്ദേഹം നടത്തിയിട്ടുള്ള യാത്ര ഓരോ സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം പരമാവധി 15 കിലോമീറ്റർ 20 കിലോമീറ്ററാണ് നടന്നുള്ളത്. ഇവിടെ തുടക്കം മുതൽ അവസാനം വരെ ശ്രീ രാഹുൽ ഗാന്ധി പദയാത്രയിൽ പങ്കെടുക്കുന്നു. 1. 2, താങ്കൾ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനാടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ വിശാലമായ പദയാത്രകൾ നടന്നിട്ടുണ്ട്. YSRന്റെ നേതൃത്വത്തിൽ ആന്ധ്രയിൽ നടന്നിട്ടുണ്ട്, ദിഗ്വിജയ് സിംഗിന്റെ നേതൃത്വത്തിൽ മധ്യപ്രദേശിൽ നടന്നിട്ടുണ്ട്, തുടർന്ന് അവിടെയൊക്കെ ഭരണത്തിലേക്ക് വന്നിട്ടുമുണ്ട്. സംസ്ഥാനത്ത് നിരവധി പദയാത്രകൾ നടന്നിട്ടുണ്ട്. ഇവിടെ ഇത്തരത്തിൽ കന്യാകുമാരി മുതൽ കാശ്മീരം വരെ 3571 കിലോമീറ്റർ കാൽനടയായി യാത്ര ചെയ്യുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്നത്. നിഷേധിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? അപ്പോൾ അത്തരത്തിലൊരു പദയാത്ര, ഒരു ചരിത്രമാകാൻ പോകുന്ന ഒരു പദയാത്ര, ആ പദയാത്രയിൽ നമുക്കറിയാം രാവിലെ ആണെങ്കിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ പദയാത്ര പൊതുജനങ്ങളെ ദോഷകരമായി ബാധിക്കരുത്. അതുകൊണ്ട് പദയാത്രയിൽ രാവിലെ 118 പദയാത്രികരും ആ സ്റ്റേറ്റിൽ നിന്നുള്ള 100 പേരോളം, എല്ലാ സ്റ്റേറ്റിൽ നിന്നും 100 പേരെ വീതം സ്ഥിരം ആ സ്റ്റേറ്റിൽ യാത്ര ചെയ്യാൻ വേണ്ടി 100 പേരെ വെച്ചിട്ടുണ്ട്. ഒപ്പം ഏകദേശം 300 പേർ അവരാണ് രാവിലെ 7 മണി മുതൽ 10 മണി വരെയുള്ള സ്ട്രെച്ചസ് നടക്കേണ്ടത്. അതിനകത്ത് പബ്ലിക്കിനെ കൂട്ടി ആർക്കും ഒരു മാർഗ്ഗതടസ്സവും ഉണ്ടാക്കരുതെന്ന് പാർട്ടി കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട്.
എന്നാൽ ഉച്ച കഴിഞ്ഞ് 4 മണി മുതൽ 7 മണി വരെയുള്ള പദയാത്രയിൽ പൊതുജന പങ്കാളിത്തത്തോടുകൂടി തന്നെ പദയാത്ര നടത്തണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പദയാത്ര നടക്കുമ്പോൾ ഈ പദയാത്രയിലുടനീളം ശ്രീ രാഹുൽ ഗാന്ധിയും പദയാത്രയുടെ ഭാഗമായി ചേരുമ്പോൾ അതിനൊരു ദേശീയ പ്രാധാന്യമുണ്ട്. അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ വിരളി പൂളാൻ എന്തിനാണ് നിങ്ങളിങ്ങനെ വിരളി കൂടുന്നത്? ഈ സംസ്ഥാനത്തെ BJP നേതാക്കന്മാർ, ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർ എന്തെല്ലാം അസത്യ പ്രചാരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തിനാ അസ്വസ്ഥനാകുന്നതന്നെ? ഈ ജനാധിപത്യ രാജ്യത്ത് കോൺഗ്രസിനെ പോലെ ഈ സ്വാതന്ത്ര്യം നേടിയിരിക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു പദയാത്ര നടത്തുമ്പോൾ അതിൻ്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ ഒരു പദയാത്ര നടത്തുമ്പോൾ നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? അപ്പോൾ BJPയുടെ വക്താവ് പറഞ്ഞതിനപ്പുറമാണ് BJP അനുഭാവിയായ ശ്യാമപ്രസാദ് പറയുന്നത്. അദ്ദേഹം ഏത് സ്റ്റേറ്റിലൂടെ കടന്നു പോകണം? തെരഞ്ഞെടുപ്പ് വരുന്നു, ഹിമാചൽ പ്രദേശിലും അതുപോലെ തന്നെ ഗുജറാത്തിലുമൊക്കെ തെരഞ്ഞെടുപ്പ് വരുന്നു, ആ സ്റ്റേറ്റിലേക്കൂടെ കടന്നു പോകുന്നില്ല എന്നൊക്കെയാണ് അവരുടെ ആക്ഷേപം. ഞങ്ങൾ ഏത് വഴി പോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കട്ടെ. ഞങ്ങളുടെ ഒരു പ്രസ്ഥാനം, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഉദയ്പൂരിൽ നടന്ന ചിന്തൻ ശിബിരിൽ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരുപാട് ഫാക്ടേഴ്സ്, ഞങ്ങളതിൻ്റെ ഇന്റർണൽ പൊളിറ്റിക്സിൽ നടന്നുള്ള ഞങ്ങളുടെ ഡിസ്കഷനെ സംബന്ധിച്ച്, ഞങ്ങളുടെ ചർച്ചയെ സംബന്ധിച്ച് ഞങ്ങൾ 6 റൂട്ട് കൃത്യമായി ഞങ്ങൾ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഈ റൂട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അതിനൊക്കെ അതിൻ്റെതായ കാരണങ്ങളുമുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ സംബന്ധിച്ചല്ലോ, ഇപ്പോൾ ഹിമാചൽ പ്രദേശിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നില്ല, ഞങ്ങൾ അതുപോലെ തന്നെ ഗുജറാത്തിലൂടെ കടന്നു പോകുന്നില്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യമല്ല എന്ന് BJPയുടെ പ്രതിനിധിയും BJP സഹയാത്രികനും എനിക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ തന്നെ കൃത്യമായി പൊതുസമൂഹത്തോട് സംവദിക്കുന്നതിലൂടെ ബോധ്യപ്പെടുത്തുന്നു. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് ഇതിന് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയല്ല ഞങ്ങൾ ഇത്തരത്തിൽ ഇത് നടത്തുന്നത്. രാജ്യത്തെ ഒന്നിപ്പിക്കണം. രാജ്യത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനിയന്ത്രിതമായ വിലക്കയറ്റത്തിനെതിരായിട്ട്, GSTയിലെ ബുദ്ധിമുട്ടുകൾക്കെതിരായിട്ട്, തൊഴിലില്ലായ്മയ്ക്കെതിരായിട്ടുള്ള, വർഗീയതയ്ക്കെതിരായിട്ടുള്ള, അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിരവധി വിഷയങ്ങൾ അതൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ കൃത്യമായ മുന്നൊരുക്കത്തോടുകൂടി ഇവിടെ BJPയുടെ സഹയാത്രികൻ പറയുന്നത് ഇങ്ങനെ ഒരു പദയാത്ര നടത്തണമെങ്കിൽ ഒരുപാട് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾക്ക് അതിന് കഴിയുമോ എന്നാണ്. ഈ പദയാത്ര കഴിയുമ്പോൾ താങ്കൾക്ക് ബോധ്യപ്പെടും, ഒരു സംശയവും വേണ്ട. ഞങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇത്തരത്തിൽ പദയാത്ര നടത്തുന്നത്. ഞങ്ങളുടെ ഓരോ ദിവസത്തെയും പദയാത്രകൾ അവസാനിക്കുന്നത് ഏതെങ്കിലും സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെ ഒരു മിനിറ്റ് അതുപോലെയുള്ള പൊതുസ്ഥലത്താണ് ഞങ്ങളുടെ പദയാത്രകൾ സമാപിക്കുന്നത്. ആ പൊതുസ്ഥലത്ത് തന്നെ കരവൻ എന്ന് പറയുമ്പോൾ കണ്ടെയ്നർ താമസ സൗകര്യമുള്ള രീതിയിലേക്ക് മാറ്റിയെടുത്തുകൊണ്ട് ആ കണ്ടെയ്നറുകളിൽ തന്നെയാണ് മുഴുവൻ ആളുകളും സ്ഥിരം പദയാത്രികരും താമസിക്കുന്നത്. അപ്പോൾ കൃത്യമായ ആസൂത്രണത്തോടുകൂടി, കൃത്യമായ വിവരശേഖരണത്തോടുകൂടി, മാത്രമല്ല താങ്കൾക്കറിയാമല്ലോ 7 മണി മുതൽ 10 മണി വരെ ഫസ്റ്റ് സ്ട്രെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് 4 മണിക്ക് ആരംഭിക്കുന്നുള്ളൂ. ഇതിനിടയ്ക്ക് ആ പ്രദേശത്തുള്ള ജനങ്ങളുമായി സംവദിക്കുക, വിവിധ തുറകളിൽപ്പെട്ടവരുമായി സംവദിക്കുക, അവരുമായി സംവദിച്ച് ഭാരതത്തെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഞങ്ങൾ നടത്തുന്ന പദയാത്രയെ സംബന്ധിച്ച് ഞങ്ങൾ പദയാത്ര സംഘടിപ്പിക്കാൻ ശരി സണ്ണിക്കുട്ടി അബ്രഹാം, ഈ പറയുന്ന എല്ലാവിധ ആസൂത്രണം ഉണ്ടെങ്കിലും ഒരു കേഡർ സംഘടന ഒരു യാത്ര ആസൂത്രണം ചെയ്യും പോലെ എന്താണ് ഒരു 100% പെർഫെക്റ്റ് ആവില്ല. കേഡർ അല്ലാത്തൊരു സംഘടന ചെയ്യുമ്പോൾ അതിന് ചില പ്രശ്നങ്ങൾ അവിടെ നമുക്ക് കാണാനും കഴിയും. ഈ പറയുന്ന പോലെ ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലെയും ഒക്കെ യാത്ര പോകുന്നില്ല, അത് ഇലക്ഷൻ ബോണ്ട് സ്റ്റേറ്റ് ആണ്. അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് കൊടുക്കുന്നതിന് പകരം നേതാക്കളൊക്കെ യാത്രയ്ക്ക് പിന്നാലെ പോകുന്നത് ശരിയാണോ എന്ന ചോദ്യം അവിടെ നിൽക്കുമ്പോൾ പോലും ഒരു ദേശീയ നേതാവ് രാജ്യത്ത് ഇപ്പോൾ മാത്രമല്ല കോൺഗ്രസിലെ നേതൃപ്രശ്നങ്ങളും നേതൃശൂന്യത, തരൂർ മത്സരിക്കുമോ ഇല്ലേ എന്നുള്ള പ്രശ്നം, അതൊക്കെ നിൽക്കുമ്പോൾ പോലും ഒരു ദേശീയ നേതാവ് രാജ്യത്തുടനീളം നടക്കുകയാണ്. ഗ്രാമങ്ങളിലൂടെ അവരുടെ സ്പന്ദനം തൊട്ടറിഞ്ഞ് അവരുടെ വിഷയങ്ങൾ ചോദിച്ചറിഞ്ഞ് നടക്കുക എന്നുള്ളത് ഒരു ചെറിയ എക്സസൈസ് ആണോ? വേണമെങ്കിൽ കോൺഗ്രസിന് ഉയർക്കാൻ കഴിയുന്ന ഒരു യാത്രയല്ലേ അത്? ഇത് ആസേതു ഹിമാചലം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു പദയാത്ര നടത്തുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അത് സ്ഥിരമായിട്ട് 117 അംഗങ്ങളുണ്ട്. ഓരോ സംസ്ഥാനത്തു നിന്നും 100 പേര് വീതം അതിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ പറയുന്നത്. അത് കോൺഗ്രസിനെ കൊണ്ടത് സാധിക്കുമോ എന്നൊക്കെ എതിർ പാർട്ടിക്കാർ ചോദിച്ചിട്ട് എന്താ കാര്യം? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു പ്രസ്ഥാനമല്ലേ ഇത്? ഒരു ചെറിയ പ്രസ്ഥാനമൊന്നുമല്ല, ഇന്നലെ ഉണ്ടായൊരു പ്രസ്ഥാനമല്ലല്ലോ ഇത്. പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ മുളച്ചു പൊന്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലിത്. ഇത് തുടങ്ങിയത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ഒരു ദേശീയ പ്രസ്ഥാനമായിട്ട് തുടങ്ങി ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്ന വലിയൊരു ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്തൊരു പാർട്ടിക്ക് കന്യാകുമാരി മുതൽ, അതായത് മറ്റേത് രാഷ്ട്രീയ പാർട്ടിയെ അപേക്ഷിച്ചും എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ജില്ലകളിലും ഗ്രാമങ്ങളിലും ഒക്കെ വേരുകളുള്ളൊരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഇത് നടത്താൻ പറ്റുമോ? കേഡർ പാർട്ടിക്ക് മാത്രമേ ഇതൊക്കെ പറ്റൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് ഒട്ടുമേ മനസ്സിലാകുന്നില്ല. അത് ഒരു തീർത്തും എന്തോ ഒരു അസൂയ പോലെ സംസാരിക്കുന്നു എന്ന് മാത്രമേ നമുക്കതിനെപ്പറ്റി, ആ വിമർശനങ്ങളെപ്പറ്റി പറയാൻ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക്
തോന്നുന്നത്. പിന്നെ അവർ ഗുജറാത്തിൽ പോകാത്തതിൻ്റെ കാരണം, ഹിമാചൽ പ്രദേശിൽ പോകാത്തതിൻ്റെ കാരണം, അതൊക്കെ അവരുടേതായ കാരണങ്ങളുണ്ടാവും. കാരണം ഇപ്പം ഇവിടെ എനിക്കറിഞ്ഞുകൂടാ, ഇവിടെ ജ്യോതികുമാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവരുടെ ചിന്തൻ ശിബിറിൽ പല ഘടകങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പിന്നെ ചില റൂട്ടുകൾ തീരുമാനിക്കുക, അതിലൊരെണ്ണം ഫൈനലൈസ് ചെയ്യുകയും ചെയ്തു എന്നുള്ളത് നമുക്കത് വിശ്വസിക്കാം. അതിനപ്പുറത്ത് ഏത് റൂട്ടിൽ പോകണമെന്ന് BJPക്കോ CPM-നോ സണ്ണിക്കുട്ടി അബ്രാമിനോ ഹഷ്മിക്കോ ഒന്നും പറയാനുള്ള യാതൊരു കാര്യവുമില്ല. അതൊരു പാർട്ടിയാണ്, ആ പാർട്ടിക്ക് ഒരു സംവിധാനമുണ്ട്, ആ സംവിധാനം അനുസരിച്ച് ചെയ്യട്ടെ. പക്ഷേ ഞാൻ ഊന്നൽ കൊടുക്കുന്നത് ഇപ്പോൾ ഹഷ്മി എൻ്റെ ചോദ്യത്തിൽ അവസാനം പറഞ്ഞ ചില കാര്യങ്ങൾക്കാണ്. ഇപ്പം ഇങ്ങനൊരു ഞാൻ പറഞ്ഞ ഇതൊരു വലിയ ഇനിഷ്യേറ്റീവാണ്. ഇത്രയും 3500-ലേറെ കിലോമീറ്റർ 150 ദിവസം കൊണ്ട് കാശ്മീർ വരെ, കന്യാകുമാരി വരെ കാശ്മീർ വരെ നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഇനിഷ്യേറ്റീവാണ്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും ചരിത്രത്തിൽ അതുണ്ടായിട്ടില്ല. നമ്മളെ ഇവിടെ പല മാർച്ചുകളെ പറ്റി പറഞ്ഞു, നമ്മൾ ദണ്ഡി മാർച്ചിനെ കുറിച്ച്. ദണ്ഡി മാർച്ചൊക്കെ ആരംഭിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ പല നേതാക്കളും, വല്ലഭായ് പട്ടേൽ അടക്കമുള്ളവർ അതിനെ എതിർക്കുക ചെയ്തത്. കാരണം ദണ്ഡിയിൽ പോയി ഉപ്പ് കാച്ചിയത് കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ, ബ്രിട്ടീഷുകാർ പേടിച്ചു പോകുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അത് ഗാന്ധിജി അതൊരു നിയമനിഷേധത്തിൻ്റെ ഭാഗമായിട്ട് കാണുമ്പോൾ തന്നെ ആ ഇന്ത്യയിലെ ജനങ്ങളോട് എന്തോ ചിലത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം അത് ആ ഒരു സമര രീതിയെ അദ്ദേഹം ഉപയോഗിച്ചത്. അവിടെ ഒരു നിയമനിഷേധം നടത്തി, ഒപ്പം തന്നെ രാജ്യത്തെ ശ്രവിക്കുക, രാജ്യത്തോട് ചിലത് പറയുക. ഇവിടെ രാഹുൽ ഗാന്ധി രാജ്യത്തെ ശ്രവിക്കുന്നു, കേൾക്കുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ ഗാന്ധിജി ചെയ്തത് ഇന്ത്യയോട് ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ടായിരുന്നു. സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടാൻ പോകുന്നത്, അത് വളരെ ഫലപ്രദമായിട്ട് 100% ചരിത്രത്തിലെങ്ങും ഇല്ലാതെ, ലോക ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ദണ്ഡി മാർച്ച് വിജയിച്ചു. അപ്പോൾ അതുപോലെ തന്നെ കോൺഗ്രസ്സിന്. പക്ഷേ ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നത്, എൻ്റെ സംശയം, അല്ലേ, ഞാനിതിൽ കാണുന്ന ഒരു പന്തികേടെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും, വലിയ ഇനിഷ്യേറ്റീവാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ നേട്ടങ്ങളെ പ്രയോജനപ്പെടുത്താൻ, അത് അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കാൻ, അല്ലെങ്കിൽ ഉടനെ നടക്കുന്ന ചില സംസ്ഥാന തിരഞ്ഞെടുപ്പുകളുണ്ട്, അവിടെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഘടനാ സംവിധാനം ഈ പാർട്ടിക്ക് ഇപ്പോഴുണ്ടോ എന്നുള്ളതാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം. മറ്റതൊക്കെ വെറും അസൂയ കലർന്ന ചില വിമർശനങ്ങൾ മാത്രമാണ്. എൻ്റെ ചോദ്യം ഇതാണ്. അതായത് ഇന്നിപ്പോൾ ഒരു ഫുൾ ടൈം ഒരു പൂർണ്ണസമയ പ്രസിഡന്റ് ആ പാർട്ടിക്ക് ഇല്ല. സോണിയാഗാന്ധി ആരോഗ്യ പ്രശ്നങ്ങളാൽ അവർക്ക് 100% ആ ജോലി ഉത്തരവാദിത്വം നിർവഹിക്കാൻ പറ്റുന്നില്ല. ഒരു പണ്ടൊക്കെ ചില സന്ദർഭങ്ങളിൽ ഒറ്റ വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു വൈസ് പ്രസിഡന്റ് ഇല്ല. കുറേ ജനറൽ സെക്രട്ടറിമാരുണ്ട്, ആ ജനറൽ സെക്രട്ടറി മാത്രം നയിക്കുന്ന ഒരു പാർട്ടിയായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ വക്കത്ത് നിൽക്കുക ഈ പാർട്ടി. അതായത് ഈ ഒക്ടോബർ അവസാനം, ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി പാർട്ടിയെ ശക്തിപ്പെടുത്തി സംഘടനാ സംവിധാനം ശരിയാക്കിയിട്ട് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പുതിയ പ്രസിഡന്റോ ഈ ഒരു ഇനിഷ്യേറ്റീവ്, ഈ ഒരു യാത്ര ആരംഭിച്ചിരുന്നുവെങ്കിൽ കുറേ കൂടെ പ്രയോജനമുണ്ടാകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പാർട്ടിയെ സംഘടിപ്പിക്കുന്ന കാര്യം അത് വേറെ വലിയ ചർച്ചാ വിഷയമാണ്. അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. നമ്മൾ നേരത്തെ ഈ വേദിയിൽ തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സംഘടന, ഇപ്പൊ ഇത് നടത്താനൊക്കെ ഉള്ള സംഘടന കാണും, പക്ഷെ ഇതിന്റെ പ്രയോജനങ്ങളെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിനുള്ള സംവിധാനം പാർട്ടിക്കുണ്ടോ എന്ന ചോദ്യമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, എന്തായാലും BJPയെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ യാത്ര കൊണ്ട് മാറ്റി നിർത്താൻ കഴിയില്ല. BJPയെ മാറ്റി നിർത്താൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ പോരാടി വോട്ടുകൾ കൂടുതൽ വാങ്ങി തോൽപ്പിച്ച് മാറ്റി നിർത്തുക എന്നത് മാത്രമേ തൽക്കാലം സാധ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ വോട്ട് സമാഹരിക്കാൻ കൂടി യാത്രയ്ക്ക് പ്രഹരശേഷി ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഞാൻ പക്ഷേ ഷാബു പ്രസാദ്, ഈ യാത്രയിലുടനീളം കോൺഗ്രസ് പിടിക്കുന്ന പതാക അവരുടെ പതാകയല്ല, ദേശീയ പതാകയാണ്. മാത്രമല്ല, ഈ പറയുന്ന കോൺഗ്രസ് ഇതര യോഗേന്ദ്ര യാദവിനെ പോലെ, ആനന്ദ് പട്വർദ്ധനെ പോലെയുള്ള സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ, മനുഷ്യരൊക്കെ ഈ യാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. ഒരു വിശാല ഇടതുപക്ഷത്ത് നിൽക്കുന്ന മനുഷ്യരൊക്കെ അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. രാഷ്ട്രീയമല്ല ഞങ്ങളുടെ ലക്ഷ്യം എന്ന് ആവർത്തിച്ച് പറയുന്നു രാഹുൽ ഗാന്ധി. അത് ഈ വിഭജിക്കുന്ന രാഷ്ട്രീയത്തെ ഇല്ലാതാക്കി രാജ്യത്തെ ഒന്നാക്കി തിരിച്ചുപിടിക്കലാണ് എന്ന വിശാല ലക്ഷ്യമാണെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഗുജറാത്തിലും ഹിമാചലിലും എന്തുകൊണ്ട് പോകുന്നില്ല എന്ന ചോദ്യത്തിന് അത് തന്നെ മറുപടിയാകുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു യാത്ര മുന്നോട്ട് പോകുമ്പോൾ അതിന് കോൺഗ്രസിന് പുറത്തൊന്നും, ഇപ്പോൾ യാത്രയ്ക്ക് പതാക കൈമാറുന്ന ആരാണ്? സ്റ്റാലിനാണ്, DMKയുടെ സ്റ്റാലിനാണ്, അല്ലാതെ മുതിർന്ന കോൺഗ്രസ് നേതാവല്ല. നേരത്തെ TP ചെയ്യുന്ന ചൂണ്ടിക്കാട്ടിയ പോലെ ഗുജറാത്തിലേക്ക് എന്തുകൊണ്ട് പോയില്ല എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ടോ ഷാബു പ്രസാദ്? ഹഷ്മി, സ്വന്തമായിട്ട് ഒരു പരിപാടി ഓർഗനൈസ് ചെയ്ത് നടപ്പാക്കാനുള്ള കഴിവില്ലായ്മ
മോടി വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇവർക്ക് ഈ ബാക്കിയുള്ള എല്ലാവരെയും ആശ്രയിക്കേണ്ടി വരുന്നത്. 10-60 വർഷം രാജ്യം ഭരിച്ച ഒരു പ്രസ്ഥാനത്തിന്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഇപ്പോഴും പറയുന്നില്ല, ശരി, രാഷ്ട്രീയമല്ല ഇവരുടെ ലക്ഷ്യം. ശരി, സമ്മതിച്ചു. ഇവരുടെ പ്രശ്നം അതായത് ഇവിടുത്തെ ഫാസിസത്തിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെ എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണല്ലോ. ഇവർ തന്നെ പറയുന്ന ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം ഇങ്ങനെ കത്തി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇവർക്ക് റോളൊന്നും ഇല്ലേ? എന്താണ് രാഷ്ട്രീയം? വിട്, നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പല്ല, നിങ്ങൾ ഈ മഹത്തായ ലക്ഷ്യങ്ങളാണുള്ളത്. അവരുടെ മഹത്തായ ലക്ഷ്യങ്ങൾക്ക് ഏറ്റവും അധികം പ്രസക്തിയുള്ള സ്ഥലങ്ങളിൽ കൂടെ ഇവർ കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഇലക്ഷൻ ബോണ്ട് സ്റ്റേറ്റ് ഒക്കെ വിട്, അവർക്ക് വേണ്ട, ഇലക്ഷനിൽ അവർക്ക് പറഞ്ഞത് അവരുടെ യാത്ര പൂർണ്ണമായും സന്നദ്ധ സംഘടന, അവരുടെ യാത്ര ഏത് വഴിക്ക് പോകണം തീരുമാനിക്കാൻ അവകാശം അവർക്കില്ലേ? ചോദ്യം അവിടെയാണ്. അവരുടെ യാത്ര അവർക്ക് തീരുമാനിക്കാം. അവരുടെ യാത്ര അവർക്ക് ഇഷ്ടമുള്ളിടത്തൂടെ നടത്താൻ അവർക്ക് തീരുമാനിക്കാം. അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതിപ്പം ഒരു ചർച്ചയിലിരിക്കുമ്പോൾ താങ്കൾ ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്നെ പോലുള്ളവർക്കും അവകാശമുണ്ട്. നിങ്ങൾ എന്തിനാ അത് ചോദിക്കേണ്ട കാര്യമില്ല. ഒരു ചർച്ചയിൽ അങ്ങനെയാണെങ്കിൽ ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ല. പിന്നെ ഹലോ മിസ്റ്റർ ജ്യോതികുമാർ ഇവിടെ പറഞ്ഞു, നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര അങ്കലാപ്പ്, നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ഭയം? മിസ്റ്റർ ജ്യോതികുമാർ ചാമക്കാല, ഒരു അങ്കലാപ്പും ഭയവുമില്ല. ഈ യാത്ര, രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര കാശ്മീർ വരെ എത്തണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ BJP തന്നെയാണ്. അതിന്റെ കാരണം എന്താണെന്നറിയോ? രാഹുൽ ഗാന്ധി എത്ര കൂടുതൽ സംസാരിക്കുന്നോ അത്രയും BJPക്ക് നല്ലതാണ് എന്നുള്ളതാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയുടെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ തന്നെയാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് ജനമധ്യത്തിൽ നിൽക്കേണ്ടത് BJPയുടെ കൂടെ രാഷ്ട്രീയ ആവശ്യമാണ്. അതുകൊണ്ട് ഒരങ്കലാപ്പും ഇതിൻ്റെ അകത്തില്ല. ഇത് ഇടയ്ക്കെങ്ങാണം വെച്ച് നിർത്തിപ്പോകുമോ എന്നുള്ളൊരു അങ്കലാപ്പുണ്ടെങ്കിൽ അതുണ്ടാകാം. അല്ലാതെ രാഹുൽ ഗാന്ധി ഈ യാത്ര പൂർത്തിയാക്കണം, ഇത് പരമാവധി അദ്ദേഹം സംസാരിച്ചുകൊണ്ടേയിരിക്കണം എന്ന് BJP ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എബ്രഹാം പറഞ്ഞു, നിങ്ങൾ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, ഒരു കഴിഞ്ഞല്ലേ. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ഇവിടെ പറഞ്ഞു, ഇത് അസൂയ കൊണ്ട് പറയുകയാണ്, അവർക്ക് അറിയില്ല അവരുടെ യാത്ര നടത്തുന്നത് എങ്ങനെയാണ്. താങ്കളും അതേ ഒരു ചോദ്യം, അവർക്ക് അതിനുള്ള ആവശ്യമുള്ള സംഘടനാ സംവിധാനമുണ്ടോ, ഈ യാത്രയുടെ പ്രയോജനപ്പെടുത്താനുള്ള സംവിധാനമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് താങ്കളുടെ അതേ സംശയം തന്നെ ഞാനും പറഞ്ഞുള്ളൂ. അത് താങ്കൾ പറയുമ്പോൾ അത് പോസിറ്റീവും, എന്നെ പോലുള്ളവർ പറയുമ്പോൾ അത് അസൂയ എങ്ങനെയാണ് മിസ്റ്റർ സണ്ണിക്കുട്ടി? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഒറ്റ സെക്കൻഡ്, ഞാൻ ഇത് കഴിഞ്ഞാൽ നിർത്തി, ഇനി എനിക്ക് വേണ്ട. അതായത് താങ്കൾ ഈ പറയുന്ന വിവരക്കേടുകൾ, താങ്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിവരക്കേടുകൾ, ഞാൻ ആ വാക്കിന് ഉപയോഗിക്കുന്നു, വിവരക്കേടുകൾ, ഇത് ഒരു രാഷ്ട്രീയ നിരീക്ഷകന്റെ അഭിപ്രായത്തിന് ചോദിച്ചതല്ല. ഞാൻ തുടർന്ന് പറയുന്നു, ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഏത് വഴിയിലൂടെ പോകണമെന്ന് തീരുമാനിക്കാനുള്ള, അല്ലെങ്കിൽ ഏതൊക്കെ വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ്. അത് ഞങ്ങൾ തന്നെ ചെയ്തോളാം, താങ്കളുടെ ഉപദേശം വേണ്ട. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതിനെ കുറിച്ച്, രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധി ഞാൻ പറയട്ടെ, താങ്കൾ അഭിപ്രായം പറഞ്ഞല്ലോ, കേട്ടോണ്ടിരിക്കല്ലേ, ഉണ്ടായിരിക്കും, ഞാൻ കേൾക്കട്ടെ, പറയാം, കേൾക്ക്. താങ്കൾ നിർത്തൂ, താങ്കൾ പറഞ്ഞു കേട്ടല്ലോ, അതിന് മറുപടി രാഹുൽ ഗാന്ധി. അതെ, താങ്കൾ മര്യാദ കാണിക്കൂ, താങ്കൾ ഈ അഭ്യാസം കാണിക്കായിരിക്കും, മര്യാദ കാണിക്കൂ. താങ്കൾ പറയാനുള്ളത് പറഞ്ഞല്ലോ, താങ്കൾ പറഞ്ഞപ്പോ, താങ്കൾ രാഹുൽ ഗാന്ധി ആക്ഷേപിച്ച് സംസാരിച്ചപ്പോ ഞാൻ മര്യാദയ്ക്ക് ഇരുന്ന ആളല്ലേ? അല്ലേ? കിണിച്ചാ മതിയോ? പറയുന്ന കേൾക്കൂ. ഞാൻ മുഴുവനായി കേട്ടോണ്ടിരുന്ന ആളാണ്. ചമകല പറയൂ, ശരിയാണ്, രാഹുലിനെ പറ്റി പറഞ്ഞു. അല്ല, ഞാൻ എന്തുകൊണ്ട് ഞാൻ തീരുമാനിക്കുന്നേ? അത് താങ്കൾ തീരുമാനിക്കണ്ട. ഒരു നിരീക്ഷണം ഞങ്ങളെ പഠിപ്പിക്കേണ്ട രാഹുൽ ഗാന്ധി എന്താ സംസാരിക്കുന്നത് കേരളത്തിലെ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. താങ്കളെ പോലുള്ള സംഘികൾക്ക് മനസ്സിലാകില്ല. താങ്കളെ പോലെ ഈ രാജ്യം വിഭജിക്കപ്പെടണമെന്ന് വിചാരിക്കുന്നവർക്ക് മനസ്സിലാകില്ല. ഈ രാജ്യത്തിന്റെ പ്രസന്റ് പൊസിഷനെ കുറിച്ച് താങ്കൾക്ക് അറിയാമോ? താങ്കൾ സമ്മതിക്കാൻ തയ്യാറാകില്ല. താങ്കൾ രാഹുൽ ഗാന്ധി അതിലെ കൂടെ പോകുന്നതുകൊണ്ട്, ഇതിലെ കൂടെ പോകുന്നതുകൊണ്ട് സംസാരിക്കാൻ മാത്രമേ താങ്കൾ കഴിയുള്ളൂ. താങ്കൾ എന്തിനാണ് ഇരുന്ന് കിടിക്കുന്നേ?
ഞാൻ കാണിച്ചോ? അല്ല ചാമക്കാല പറഞ്ഞു പൂർത്തിയാക്കും. എനിക്ക് ചിരി വന്നാൽ ചിരിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് കരയാൻ പറ്റില്ല. അല്ല ചാമക്കാല പറഞ്ഞു ചിരി വന്നാൽ പൂർത്തിയാക്കും. ചിരിക്കും. അല്ല ചാമക്കാല അതിൽ പ്രകോപിതനാവല്ലേ? അതെ അതെ, അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കും. അത് ഈ ചർച്ചയിലല്ല വേണ്ട, അത് വീട്ടിൽ പോലും ചിരിക്കണം. അല്ലല്ല, പ്രയോജനം അതല്ല. ഞാൻ അദ്ദേഹം തമാശ കേട്ടാ ചിരിക്കും. അത് മനുഷ്യ സഹജമാണ്. അല്ല ഷാബൂരിമുണ്ട് ചാമക്കാല പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അത് തീരുമാനിക്കുന്നത് വേദിയല്ലിത്. താങ്കൾ അത് തീരുമാനിക്കുന്ന വേദിയല്ലിത്. ശ്യാമപ്രസാദേ, താങ്കൾ അതിനകത്ത് വേണ്ടി ഇടപെടണേ. അല്ല ചാമക്കാല അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കും. ഒരു ചർച്ചയിൽ മര്യാദ കാണിക്കണം. പാലിക്കപ്പെടേണ്ട മര്യാദകളുണ്ട്. ഇവരെ കേട്ട് പൂഷോട്ട് ഇറങ്ങിയാ പോരാ. നീ ഞാൻ പറഞ്ഞത് കേൾക്കുക ഹാഷ്മി. ഇവിടെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം ഒന്നും വേണ്ട. ഈ ഭാരത് ജോഡോയുടെ യാത്രയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കന്യാകുമാരിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗം താങ്കൾ ഒന്ന് കേൾക്കണം. താങ്കൾക്ക് കാതുണ്ടെങ്കിൽ, താങ്കൾക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ, ഒരു നല്ല നിരീക്ഷകനാണെങ്കിൽ, ഒരു നല്ല വിമർശകനാണെങ്കിൽ, കേൾക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സംസ്കാരം താങ്കൾക്കുണ്ടെങ്കിൽ താങ്കൾ അതൊന്ന് കേൾക്കണം. എന്നിട്ട് വിമർശിക്കണം. അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി BJP-യെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയെയും, ഞാൻ ചോദിക്കട്ടെ, ഈ സംസ്ഥാനത്തെ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ ഇതുപോലെ സംസാരിക്കുന്ന ആരുണ്ട് ഈ രാജ്യത്ത്? തുറന്ന് സംസാരിക്കുകയല്ലേ. നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനിയന്ത്രിതമായ വിലക്കയറ്റത്തെ സംബന്ധിച്ച്, GST-യിലെ അശാസ്ത്രീയതയെ സംബന്ധിച്ച്, തൊഴിലില്ലായ്മയെ സംബന്ധിച്ച്, വർഗീയവൽക്കരണത്തെ സംബന്ധിച്ച്, വിഭാഗീയതയെ സംബന്ധിച്ച്, ജനാധിപത്യത്തെയും ഭരണഘടനയും തച്ചു തകർക്കുന്നതിനെ സംബന്ധിച്ച്, ജുഡീഷ്യറിയിലെ വിശ്വാസ്യത തകർക്കുന്നതിനെ സംബന്ധിച്ച്, ജനവിരുദ്ധ കോർപ്പറേറ്റ് വൽക്കരണത്തിനെ സംബന്ധിച്ച്, സ്വാതന്ത്ര്യം തന്നെ അപകടകരമാകുന്ന സംവിധാനത്തെക്കുറിച്ച്, പാർലമെന്റിനെ തന്നെ നോക്കുകുത്തിയാകുന്ന സംവിധാനത്തെക്കുറിച്ച്, പ്രതിപക്ഷത്തെ നിശബ്ദമാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച്, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നത് സംബന്ധിച്ച് ഉൾപ്പെടെ ഈ രാജ്യത്തുണ്ടാകുന്ന അരക്ഷിതാവസ്ഥകൾക്കെതിരെ നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വത്തിന്റെ പേരാണ് രാഹുൽ ഗാന്ധി. താങ്കളെ നിഷേധിക്കാൻ കഴിയുമോ? എന്നിട്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കുക വരുന്നത്. ഇതൊക്കെ കുറെ കാലമായി തുടങ്ങിയിട്ട് ഇതൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾ എഴുതിത്തള്ളി കഴിഞ്ഞു. എഴുതിത്തള്ളിയിട്ടുള്ള ഒരു സംശയവും വേണ്ട. അതിന് മറുപടിയാണ് ഈ യാത്ര. ഈ രാജ്യത്തെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രം നടത്തുന്ന ഈ യാത്ര. ആ യാത്ര ഇവിടുന്ന് തുടങ്ങുമ്പോൾ തന്നെ BJP-യുടെ നേതാക്കന്മാർക്ക് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത്രയേറെ ഇമ്പോർട്ടൻസ് ഈ യാത്രയ്ക്ക് കൊടുക്കുന്നത്? എന്തിനാണ് ഇത്ര ചർച്ചകൾ നടത്തുന്നത്? എന്താണ് ഇവിടെ പുതുതായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അസ്വസ്ഥരാകുന്നത് എന്തിനാണ്? നിങ്ങൾ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾ പരിപൂർണമായും ഈ രാജ്യത്തെ മാധ്യമങ്ങളെ ഉൾപ്പെടെ നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുവാൻ ശ്രമിക്കുന്നു. അതിനൊരു വ്യതിയാനം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിന് ശബ്ദത്തിനും വില കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. അത്തരത്തിൽ ചർച്ചകൾ വരുമ്പോൾ താങ്കളെ പോലെയുള്ള ഈ നിരീക്ഷകർ എന്ന ആട്ടിൻ തോയിട്ട ചെന്നായ്കൾ ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് ഇളിപ്പെ ചിരിയുമായിട്ടിരുന്നാലെന്നും ശരി. എന്തായാലും താങ്കൾ പറഞ്ഞ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ വോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുമോ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടി വീഴ്ചയാണെങ്കിൽ പിന്നൊരു ഉയർപ്പ് കോൺഗ്രസിന് ഉണ്ടാകുമോ എന്ന ചോദ്യമുണ്ട്. ഞാൻ തിരികെ എത്താം. TP ജയചന്ദ്രൻ മാത്രം പാസ്റ്റർ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞതിനും ജ്യോതികുമാർ ചാമക്കാൽ പറഞ്ഞതിനും മറുപടി ഞാൻ ഇടപെടില്ല. ഹഷ്മി, ഇതൊരു ചർച്ചയല്ലേ ഹഷ്മി? താങ്കൾക്കറിയാമല്ലോ, ഞാൻ മറ്റൊരാളുടെ ചർച്ചയ്ക്ക് ഇടപെട്ടുള്ള സമയത്ത് ഞാൻ സംസാരിക്കാറില്ല. താങ്കൾ എൻ്റെ ഒരു വാക്ക് തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ ഞാൻ അതിൽ ഇടപെട്ട് സംസാരിച്ചു. എന്തൊക്കെയാണ് ഈ മനുഷ്യൻ സമനില തെറ്റി പറഞ്ഞത്? ഹേ മനുഷ്യ നിർത്തൂ എന്നൊക്കെ പറയും. ഇയാളാണ് ഈ ചർച്ചയുടെ ആങ്കർ? ഇങ്ങനെ പരസ്പരം കണ്ണുരുട്ടി പേടിപ്പിക്കാൻ ആരാണ് നമ്മൾ അങ്ങോട്ടും? ഇതൊക്കെയാണ് ഒരു ചർച്ചയിൽ പാലിക്കേണ്ട മര്യാദ. മൂലക്കുരുവിന് അസുഖമുള്ളവരെ ചർച്ചയ്ക്ക് വരുമ്പോൾ ദയവ് ചെയ്ത് എന്നെ പോലെ ഉള്ളവരെ ഹഷ്മി നിങ്ങൾ വിളിക്കരുത്. കാരണം ഞാൻ ഒരു സംവാദത്തിൽ നമ്മുടെ അഭിപ്രായം അല്ല, എനിക്കൊരു മനോവേദന ഉണ്ട്. കാരണം ഞാൻ ഒരാളുടെ സമയത്തും ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടു. മൂലക്കുരു ഉണ്ടെങ്കിൽ ചികിത്സിപ്പിക്കണം. കഴിക്കുന്നവർ അത് കഴിച്ചു വരണം. ചർച്ചയല്ലേ, മനുഷ്യരല്ലേ? അങ്ങനെയൊക്കെയുള്ള വാഗ്വാദങ്ങൾ, വാക്തർക്കങ്ങൾ ചർച്ചയിൽ പതിവല്ലേ ശ്രീ? ഇതിലപ്പുറം എത്രയോ വലുത് കണ്ടതാണ്. പോട്ടെ, വിഷയത്തിലേക്ക് വരും. ഞാൻ അദ്ദേഹത്തിന്റെ സമയത്ത് ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞതിന് മുഴുവൻ ഞാൻ ഉത്തരം പറയാം. അദ്ദേഹത്തെ ക്ഷമിച്ചിരിക്കാൻ പറയാം. അതൊന്നും പേടിപ്പിക്കില്ല എന്ന് പറയാം. ആ മനുഷ്യനോട് പറയാം, BP ഉണ്ടെങ്കിൽ ഗുളിക കഴിക്കണം. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇദ്ദേഹം KPCC-യുടെ ജനറൽ സെക്രട്ടറി അല്ലേ? ഇതാണോ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സംസ്കാരം? ഇതാണോ സഹിഷ്ണുത? ഇതാണോ പരസ്പരം ഉൾക്കൊള്ളാൻ? ഇത് തന്നെയാണ് G23 പറയുന്നത്. എന്താ പറയുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച് ചോർ ഹേ, കള്ളൻ എന്ന് പറഞ്ഞപ്പോ ഈ G23-യുടെ വളരെ സീനിയറായ കോൺഗ്രസ് നേതാവ് ആ യോഗത്തിൽ വെച്ച് ഒരു കുട്ടി പോലും അതിനെ പിന്തുണച്ചില്ല. ഞാൻ ചോദിക്കട്ടെ ഹഷ്മി,
ഇത്തരം ഒരു നേതാക്കന്മാരുള്ള പാർട്ടിക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ഒരുമിപ്പിക്കാൻ സാധിക്കുമോ? ഇവിടെ അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ വിഭജിക്കുന്നു. അദ്ദേഹം ക്ഷമയോടെ കേൾക്കുമെങ്കിൽ ആരാണ് ജ്യോതികുമാർ ചാമക്കാല ഇന്ത്യ രാജ്യത്തെ വിഭജിച്ചത്? 1947 ഒരു കുടുംബത്തിന് അധികാരം കിട്ടാൻ വേണ്ടിയായിരുന്നില്ലേ? എൻ്റെ ശവത്തിന്റെ മുകളിലൂടെ ഇന്ത്യ വിഭജിക്കൂ എന്ന് പറഞ്ഞ മഹാത്മജി കർണനെ നിങ്ങൾ തള്ളി പറഞ്ഞില്ലേ? ആരാണ് ഇന്ത്യ രാജ്യത്തെ പാർലമെന്റിനെ നോക്കുകുത്തിയാക്കിയത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയല്ലേ? ഈ രാജ്യത്ത് പൗരാവകാശങ്ങളെ ഇല്ലാതാക്കിയത് നിങ്ങളല്ലേ? ഒരു കുടുംബത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ജനാധിപത്യം കശാപ്പ് ചെയ്യുമ്പോൾ ഒരു യാത്ര ഉണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് അസൂയയാണ് എന്ന്. ഞങ്ങൾക്ക് എന്തിനു അസൂയപ്പെടണം? അദ്ദേഹം വന്നതിന് ശേഷം കഴിഞ്ഞ് 8 കൊല്ലം 49 തെരഞ്ഞെടുപ്പ് നടന്നു. രാമക്കാല ക്ഷമയോടെ കേൾക്കണം. 49-ൽ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 39 തോറ്റ് തുന്നമ്പാടി. കോൺഗ്രസിന്റെ കോട്ടകൊത്തളം എന്നറിയപ്പെടുന്ന UP-യിൽ നിന്നും തോറ്റ് ഓടി വയനാട്ടിൽ വന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, ഒരു PR വർക്കിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കേരളത്തിലൂടെ ഇങ്ങനെ ഒരു ദേശാടന പക്ഷിയെപ്പോലെ വന്നു പോകുന്ന അദ്ദേഹത്തെ ഞങ്ങൾ എന്തിനു ഭയക്കണം? ഞങ്ങളെ സംബന്ധിച്ചും ഭയപ്പെടുന്ന കാര്യമില്ല. പിന്നെ രണ്ടാമത്തെ ചോദ്യം, അദ്ദേഹം ഉത്തരം പറയുമെങ്കിൽ ഹാഷ്മി, അദ്ദേഹം കോർപ്പറേറ്റ് വൽക്കരണത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ക്ഷമിക്കുന്നു, കാരണം കോൺഗ്രസ്സുകാർ എപ്പോഴും പറയുന്നു, ഞാൻ ഇങ്ങനെ കേട്ടു ഈ യാത്രയെക്കുറിച്ച്. ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ജൂൺ 28-ന് ഇറങ്ങിയ ഓൺലൈൻ കുറിപ്പ് അദ്ദേഹം രാമക്കാലയ്ക്ക് ഇപ്പം വേണേൽ എടുത്തു നോക്കാം. രാജസ്ഥാൻ ഗെറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലഡ്ജ് ഫ്രം അദാനി അംബാനി ₹1.68 lakh crore. ഹാഷ്മി, ഞാൻ ഡേറ്റ് വെച്ച് പറയുന്നു, മാധ്യമങ്ങളിൽ വന്ന കാർത്ത ഞാൻ പറയുന്നു. രണ്ടാമത് ഇന്നലെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ തമിഴ്നാട് എന്താ പറയുന്നത്? ഈ മാസത്തെ ഇറങ്ങിയിരിക്കുന്ന 26-ാം തീയതി ഓഗസ്റ്റ് 26-ന് ഇറങ്ങിയ ഹിന്ദു ദിനപത്രം പറയുന്നു, ഇൻ തമിഴ്നാടു ഇൻ 221 MOUs signed ₹2.2 lakh crores ഇൻവെസ്റ്റ്മെന്റ്. ആരാണ് ആഗോളവൽക്കരണത്തിന്റെ പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്നത്? ആരാണ് ഇന്ത്യ രാജ്യത്ത് ഈ സാമ്പത്തിക പരിഷ്കരണം കൊണ്ടുവന്നത്? ആരാണ് അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത്? ഇദ്ദേഹത്തെയാണോ ഞങ്ങൾ ഭയക്കേണ്ടത്? ഞങ്ങൾക്ക് അശേഷം ഭയമില്ല. ഞങ്ങൾ കൃത്യമായിട്ട് ജാമക്കാരെ അവർ കൊണ്ടുവന്ന പുത്തൻ സാമ്പത്തിക നയത്തിൽ നിങ്ങൾ എവിടെ കൊണ്ടുപോയി? സഹിഷ്ണുതയോടെ നിങ്ങൾ കേൾക്കണം. ഈ TP ജയചന്ദ്രൻ മാസ്റ്റർ അവർ കൊണ്ടുവന്ന സാമ്പത്തിക നയം പിഴവാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ സാമ്പത്തിക നയത്തിൽ നിങ്ങൾ അതിനെ കൂടുതൽ തീവ്രമാക്കി മുന്നോട്ട് പോകലല്ലേ ഉണ്ടായത്? ഞാൻ താങ്കളുടെ വാക്ക് പ്രയോഗിക്കുന്നില്ല. ചാമക്കാരോട് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്, മെഡിസിൻ ആവശ്യമുള്ളതാണെങ്കിൽ അത് കഴിക്കണം. ഇത്തരത്തിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അന്യന്റെ സ്വരങ്ങളെ കേൾക്കാനുള്ള മര്യാദ നിങ്ങൾ കാണിക്കണം. ഇല്ല അങ്ങനൊന്നും പറയണ്ട. ഇത് ചർച്ചയാണ്. നിങ്ങൾ ഇടപെട്ടില്ല. ഇല്ല സാർ ഇതൊരു ഹേ മനുഷ്യ എന്നൊക്കെ ഒരു ചർച്ചയിൽ ഹേ മനുഷ്യ എന്നല്ലേ വിളിച്ചോളൂ. ഇല്ല TP ജയന്തി, ഇതൊരു ചർച്ചയിലൊക്കെ ഉണ്ടാകുന്ന വാക്തർക്കങ്ങളാണെന്ന്, അതിനപ്പുറം ഒന്നുമില്ല. മരുന്ന് കഴിക്കണം എന്നൊക്കെ പറയല്ലേ പോട്ടെ. ശരി പോട്ടെ. ഇതിന് പറയാനുള്ള മറുപടികൾ ഇതാണ്. പക്ഷേ പറയുന്നത് മര്യാദയല്ല. അദ്ദേഹം മിണ്ടാതിരിക്കാൻ പറയാം. കാരണം എനിക്ക് നിങ്ങൾ അനുവദിച്ച സമയമല്ലേ. തിരിച്ചു പെരുമാറിയാലോ? ഞാൻ ഈ ചർച്ചയിൽ വളരെ സോളിഡ് ആയ ചില വസ്തുതകൾ ഉന്നയിച്ചു. സമയം കൊടുക്കും, നിങ്ങൾ മറുപടി പറയട്ടെ. എനിക്ക് സമയം ശരി. കോൺഗ്രസിന്റെ ഉയർപ്പാകുമോ ഭാരത് ജോഡോ യാത്ര എന്ന ചർച്ചയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഷൺകുട്ടി അബ്രഹാം, താങ്കൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം എത്രത്തോളം പര്യാപ്തമാണ് BJP മാറ്റി നിർത്താൻ എന്ന ചോദ്യത്തിലേക്കായിരുന്നല്ലോ. ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ യാത്ര കോൺഗ്രസിനെ കൂടി കണ്ടുകൊണ്ടുള്ള യാത്രയല്ലേ? ഈ പറഞ്ഞ ഗ്രാമാന്തരങ്ങളിൽ ഓരോ മേഖലകളിൽ കോൺഗ്രസിനെ കൂടി അടുത്തറിയുന്നുണ്ടല്ലോ, അതിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ അടുത്തറിയുന്നുണ്ടല്ലോ. ഒരുപക്ഷെ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുന്നതിന് തുടക്കം കൂടി ഈ യാത്ര ആയിക്കൂടുന്നുണ്ടോ ഷൺകുട്ടി അബ്രഹാം? നിലനിർത്താൻ വേണ്ടിയാണ് ഇന്ത്യയുടെ വിഭജനം ഉണ്ടായതെന്നൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ ആ ചരിത്രമൊക്കെ നമുക്ക് പലതും അറിയാം. നമുക്ക് ഈ ചരിത്രത്തെ ഇനി ഇവരെങ്ങനെയൊക്കെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത്, പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊന്നും ഒരു 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 രാഷ്ട്രീയ നേതാവിനെയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ അറ്റായിക്കുന്നതിൽ കാര്യമില്ല. ഇവിടെ മറ്റൊരു വാദം വന്നത് പിന്നെ രാഹുൽ ഗാന്ധി എത്ര പ്രസംഗിക്കുന്നു അത്രയും BJPക്ക് നല്ലതാണെന്നൊക്കെയുള്ള ഒരു പരാമർശങ്ങളൊക്കെ, അതൊക്കെ പണ്ട് രാഹുൽ ഗാന്ധിയെ പപ്പു എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കാൻ ശ്രമിക്കും. അതല്ലല്ലോ രാഷ്ട്രീയം, നമ്മളതല്ലല്ലോ ചർച്ച ചെയ്യട്ടെ. ഇടയ്ക്ക് നിർത്തിപ്പോകുമോ ഇങ്ങനെയൊക്കെ ചോദിച്ചാലേ? ഏതായാലും ഈ കോൺഗ്രസ് പാർട്ടിയാണല്ലോ, കോൺഗ്രസ് പാർട്ടി എല്ലായിടത്തും ഉള്ളതാണ്. അവരത് നടത്തുമോ നടത്താതിരിക്കുകയോ ചെയ്യണം, നടത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതെങ്ങനെ നടക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാം. പക്ഷേ ഹഷ്മി നേരത്തെ പറയുന്നുണ്ടാണ് ഇതിനകത്തൊരു രാഷ്ട്രീയമില്ല. ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അത് കോൺഗ്രസിൻ്റെ ഇലക്ട്രൽ പൊളിറ്റിക്സ് ആവണമെന്നില്ല. ഇവിടെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ജയിപ്പിക്കണമെന്നുള്ളതല്ല. രാജ്യം നേരിടുന്ന കുറേ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്.
രാജ്യത്തെ വിഭജിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. വർഗീയതയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെ ഒരു അന്തരീക്ഷം ശക്തമായിട്ട് വളർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷേ സ്റ്റാലിൻ അതിനകത്ത് പതാക കൈമാറുന്നു, ആനന്ദ് പട്വർദ്ധൻ അതിനകത്ത് സഹകരിക്കുന്നു, അതുപോലെ യോഗേന്ദ്ര യാദവ് സഹകരിക്കുന്നു. ഇനി നാളെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ആരൊക്കെയാണ് അതിൽ സഹകരിക്കുക എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ ആ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അതായത് ഇന്നത്തെ നിലവിലുള്ള വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിഭജനത്തിൻ്റെയും രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നൊരു രാഷ്ട്രീയമുണ്ട്. അത് നാളെ തെരഞ്ഞെടുപ്പിനൊക്കെ പ്രയോജനപ്പെടും എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യമാണ്. പിന്നെ കോൺഗ്രസിനെ അടുത്തറിയുക എന്നുള്ളതുകൊണ്ട് കോൺഗ്രസിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ അദ്ദേഹം ഏതാണ്ട് ചില സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ നേരത്തെ ചാമക്കാല പറഞ്ഞതുപോലെ രാവിലത്തെ സെഷൻ കഴിഞ്ഞാലുള്ള സമയം അവിടുത്തെ ജനങ്ങളുമായിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ടൊക്കെ സംസാരിക്കാനുള്ള സമയം കണ്ടെത്തുള്ളൂ. അദ്ദേഹം ഇന്ത്യയെ ഒന്ന് തൊട്ടറിയുക, ഇന്ത്യ എങ്ങനെ ചിന്തിക്കുന്നു. ഇപ്പം നമുക്കറിയാം, ഇപ്പം വീണ്ടും എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി ഒരു പഴയ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയിലേക്ക് മാറുക, അതായത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം ശരി. അതിപ്പോൾ കുറേ കാലമായിട്ട് അന്യമായിട്ട് നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന ഭയങ്കരമായ PR വർക്കുകൾ, വലിയ തോതിൽ കോടിക്കണക്കിന് രൂപ ഇറക്കിയുള്ള PR വർക്കുകൾ, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങൾ, അതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രചാരണ രീതിയായിട്ട് മാറിയിരിക്കുന്നത്. ആരും അങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികൾ ചെല്ലുന്നു, നേതാക്കൾ ചെല്ലുന്നതിനപ്പുറത്ത് ഇതൊരു പുതിയൊരു പാറ്റേൺ ഓഫ് പൊളിറ്റിക്സ് ആയിട്ട് ഞാനതിനെ കാണാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വാചകം ഒന്ന് തീർക്കാൻ കാശ്മീർ ദയവ് ചെയ്ത് ചെറിയൊരു മര്യാദകളെ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വാചകം പൂർത്തിയാക്കാൻ. അങ്ങനെ ഒരു പുതിയ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ശൈലിയിലേക്ക് കോൺഗ്രസിനെ കൂടെ ഇറക്കിക്കൊണ്ടുവരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അത് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ശരി, എന്തായാലും ആ യാത്ര പുരോഗമിക്കട്ടെ, ഭാരത് ജോഡോ യാത്ര മുന്നോട്ട് പോകട്ടെ, കോൺഗ്രസ് ശക്തിപ്പെടട്ടെ. കാര്യം ശക്തിപ്പെടുന്ന ഒരു പ്രതിപക്ഷം കൂടി ജനാധിപത്യത്തിന് അനിവാര്യമാണ്. ഭാരത് ജോഡോ യാത്രയ്ക്ക് ആ അർത്ഥത്തിൽ ആശംസകൾ.